എവ്രിവൺ, ഫോസിൽ ഫ്യൂൽസിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡയഗ്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ, എങ്ങനെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോസിൽ ഇന്ധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയത്തിന് നമ്മൾ വേർതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്, എന്തൊക്കെ ഇന്ധനങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആൻസർ ആയിട്ട് നമുക്ക് പറയാം, പെട്രോള്, ഡീസൽ, കെറോസിൻ, LPG, വാക്സ് എന്നിവയൊക്കെ ക്രൂഡ് ഓയിലിനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആളുകളാണ്. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതേപോലെ തന്നെ കോളും ആൻസർ ആയിട്ട് പറയാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുന്നത് ഉപയോഗിക്കും തോറും അത് എന്ത് ചെയ്യുന്നുണ്ട്, തീർന്നു പോകുന്നുണ്ട് അല്ലെ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, വീണ്ടും രൂപപ്പെടുകയുള്ളൂ. അപ്പോൾ അമിതമായിട്ടുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നമ്മളെ എന്തിനേക്ക് നയിക്കുന്നതായിരിക്കും, ഇന്ധനം ലഭ്യമാകാത്ത ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്തരം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സേവ് എനർജി.